ഇപ്പൊ എല്ലാവരും ചർച്ചാ വിഷയമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒപെക്കും ഒപെക് പ്ലസും. എന്തുകൊണ്ട് ദുബായ് അല്ലെങ്കിൽ UAE അത് ലെഫ്റ്റ് ചെയ്തു എന്നുള്ളത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ പെട്രോൾ പ്രൈസ് പെട്ടെന്ന് കുറയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ റൂമേഴ്സ് കേൾക്കുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെട്രോൾ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓയിലിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നതും പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് ചെയ്യുന്നത് തമ്മിൽ കുറെ വ്യത്യാസമുണ്ടല്ലേ. നമ്മൾ സ്വന്തമായി ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നതും വേറൊരാൾ മുഖേന മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ലൈഫിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു നാടിന്റെ ഒരു വളർച്ചയ്ക്ക് അത് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നമുക്കറിയാം. ഇപ്പൊ ഇങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്, അതിന്റെ അടച്ചിട്ടുള്ള ഓയിലിന്റെ പ്രൈസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കിട്ടും. അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളിവിടെ കണ്ടു. പക്ഷേ ഇപ്പോൾ ആ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്തെങ്കിലും തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ഇഫക്റ്റ് നമുക്ക് വരാൻ പോകുന്നത്. ഈ ഒപെക്കും ഒപെക് പ്ലസും ലെഫ്റ്റ് ചെയ്തതിന്റെ പേരിൽ നമ്മുടെ ദുബായ്ക്ക് ഉണ്ടാവാൻ പോകണം അല്ലെങ്കിൽ UAEക്ക് ഉണ്ടാവാൻ പോകണ ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിലിന്റെ പ്രൈസസ് അത് തുറക്കുമ്പോഴേക്കും ഏറ്റവും ലോവർ ലെവലിലേക്ക് പോകും. കാരണം വെറും 3.5 മില്യൺ ബാരൽസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് 5 മില്യൺ ബാരൽസ് പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത് വലിയൊരു ജമ്പാണ്. അപ്പൊ ഇപ്പോൾ ഓയിൽ പ്രൈസിൽ നമുക്ക് വലിയൊരു വ്യത്യാസം കാണാൻ പറ്റില്ല, ചിലപ്പോൾ കൂടുതലായിരിക്കും കാണാൻ പറ്റുമെങ്കിലും ഭാവിയിൽ ഫ്യൂച്ചറിൽ നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറക്കുന്നത് വരെ മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മാറും. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.